Hi guys, welcome back to Lethologica. എന്നത്തെയും പോലെ തന്നെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ റീസെൻ്റ്ലി റിലീസായ ഒരു Redmi 9 Power എന്ന് പറയുന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇത് റീസെൻ്റ്ലി ഇറങ്ങിയ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വേരിയൻ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ 4GB 64 ആണെങ്കിൽ 11, അതുപോലെ തന്നെ 4GB 128 ആണെങ്കിൽ 12 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് 4 കളർ വേരിയൻ്റാണ് ഉള്ളത്. ബ്ലേസിംഗ് ബ്ലൂ, മൈറ്റി ബ്ലാക്ക്, ഇലക്ട്രിക് ഗ്രീൻ, അതുപോലെ തന്നെ ഫെയറി റെഡ്. നമ്മളതിൽ ഇരിക്കുന്നത് മൈറ്റി ബ്ലാക്ക് ആണ്. സോ അൺബോക്സ് ചെയ്യണമെങ്കിൽ മുമ്പ് നമുക്ക് ബോക്സിന് പുറത്തെന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം. 4 ഫീച്ചേഴ്സാണ് ഇവർ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇത് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ 48 MB AI ക്വാഡ് ക്യാമറ. അത് അൾട്രാവൈഡും അതുപോലെ തന്നെ മാക്രോ ലെൻസും കൂടി കൂടിയുള്ള 4 ക്യാമറയാണ് നമുക്കിതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ നോക്കാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി 6000 mAh ആണ്. അതെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് ബാറ്ററി നിൽക്കുന്നതാണ്. പിന്നെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഗെയിമിങ്ങിനും അതുപോലെ തന്നെ ഫിലിമിനും യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ Qualcomm Snapgragon 662 എന്ന് പറയുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രൊസസ്സറാണ്. സോ അടുത്ത ചെറിയ ചെറിയ ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. എന്ന് വെച്ചാൽ 8 MB സെൽഫി ക്യാമറയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫോണിൽ നോക്കാം. പിന്നെ IR ബ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഫോൺ യൂസ് ചെയ്തിട്ട് മറ്റുള്ള ഡിവൈസ് AC അതുപോലെ തന്നെ TV ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ TUV Rheinland Low ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ ഓടുകൂടിയുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക്. അതെന്ന് പറയുമ്പോൾ കണ്ണിനോ ഒന്നിനും ഇറിറ്റേഷനോ അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഡ്യുവൽ വോൾട്ട് വിത്ത് VoWiFi എന്ന് പറയുമ്പോൾ 2 സിം അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡ്യുവൽ സ്പീക്കറാണ്. അത് നമുക്ക് സ്പീക്കർ ക്വാളിറ്റി നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ നോക്കാം. പിന്നെ സ്പ്ലാഷ് പ്രൂഫ് നോൺ കോട്ടിങ് എന്ന് പറയുമ്പോൾ വെള്ളം തെറിച്ചാലോ ഇത്തിരി വെള്ളം തെറിച്ചാലോ നമ്മുടെ ഡിസ്പ്ലേക്കോ ഫോണൊന്നും സംഭവിക്കില്ല. Type-C റിവേഴ്സബിൾ കണക്ടറാണ്. പിന്നെ റിവേഴ്സ്ഡ് വയർ ചാർജിങ് എന്ന് പറയുമ്പോൾ നമ്മളെ ഡിവൈസ് വെച്ചിട്ട് നമ്മളെ ഫോൺ വെച്ചിട്ട് വേറെ വല്ല ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് മറ്റൊരു ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇനി നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്നാണ് പറയുന്നത്. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. സോ നമ്പർ 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയില്ല എന്താവുന്നു. ഓക്കെ, ഇതിലവർ നമുക്ക് സിം ഇജക്ടറും അതുപോലെ തന്നെ ഒരു ബാക്ക് കവറുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോൺ നമുക്ക് ഇതിനുള്ളിൽ ബാക്കി എന്തൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ പറയാം. ഇതിൽ നമുക്ക് 8 വോൾട്ട് ഒരു 8 വോൾട്ടിൻ്റെ ഒരു ചാർജറും അതുപോലെ തന്നെ ഒരു കേബിളുമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൊബൈലൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. നമുക്കിനി ഇതിൻ്റെ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ക്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ 48-822 8 MB എന്ന് പറയുന്നത് സെൽഫി ക്യാം എന്ന് പറയുമ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ലത് തന്നെയാണ്. ബട്ട് ഈ 48 MB ബാക്ക് ക്യാം 48 MB എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അത്ര ഒരു സാധാ ഒരു ക്യാമറ അത്രയും പറയാനുള്ളൂ. 48 MB ആ ഒരു എഫക്റ്റ് വന്നിട്ടില്ല. പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റീരിയോ കൊള്ളാം. അവരതിൻ്റെ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അപ്പിയറൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ 6000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ പോലും
ഇത് ഭയങ്കര ഹാൻഡിയാണ്, അതുപോലെ തന്നെ വെയ്റ്റ്ലെസ്സുമാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 3 ആണ്. പെട്ടെന്നൊന്നും അങ്ങനെ സ്ക്രാച്ച് ചെയ്യില്ല. ബട്ട് സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്യണമെന്നും യൂസ് ചെയ്യാതൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ ഇതിൽ നിന്നും അത്ര പ്രീമിയം ലുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ഇതൊരു പ്രീമിയം ഫോണല്ല. അതുപോലെ തന്നെ LED നോട്ടിഫിക്കേഷൻ ഇല്ല. സോ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വെച്ചാൽ പ്ലേ സ്റ്റോറിൽ അതിന് പറ്റിയ ആപ്സ് ഒക്കെ ഉണ്ട്. സോ അതുവഴി നിങ്ങൾ നോക്കേണ്ടി വരും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്കിതിൽ എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യാവുന്നതാണ്. റീസെൻ്റ്ലി ഇറങ്ങുന്ന ഫോണിനൊന്നും എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ബട്ട് ഇതിന് അവർ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വല്ല ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഫോർ Lethologica and I'm signing off.